ആഹാ ഓ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇതേപോലെ അനുകരിക്കാൻ നിൽക്കരുത്. വണ്ടി പാളി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്പനേനെ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ കയ്യിലുള്ളത് Yamaha Rxz എന്ന് പറയുന്ന ഒരു വാഹനമാണ്. കഴിഞ്ഞ നമ്മൾ Yamaha Rxzൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് ലെവൽ എത്രത്തോളം എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള വാഹനം Yamaha Rxz. ഈ ഒരു വാഹനത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 35 വർഷം ബാക്കിലേക്ക് നമുക്ക് പോവേണ്ടി വരും. 1985 ഇന്ത്യയിൽ ആദ്യമായിട്ട് ജപ്പാൻ കമ്പനിയായ Yamaha ഇന്ത്യൻ ട്രാക്ടർ കമ്പനിയായ എസ്കോട്ട് എന്ന ട്രാക്ടർ കമ്പനിയുടെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ ആദ്യമായിട്ട് Yamaha Rx100 എന്ന് പറയുന്ന ഒരു വാഹനം ഇന്ത്യൻ റോഡ് നിരത്തുകൾ ഇറക്കുന്നത്. അതിനുശേഷം 1987 അതിൻ്റെ തുടർ ചരിത്രമായിട്ട് Yamaha Rxz എന്ന് പറയുന്ന നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അന്നും ഇന്നും എന്നും ഇന്ത്യൻ റോഡ് നിരത്തുകൾ ഈ ഒരു വാഹനത്തെ വ്യത്യസ്തമാക്കിക്കൊണ്ടിരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയായിരുന്നു. എനിക്കും ഈ ഒരു വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ബോഡിയുടെ ലുക്ക് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനത്തിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഏതൊരാളെയും അട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ ഒരു വാഹനം Yamaha അന്നത്തെ കാലത്ത് ഇറക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വരാം. 1997 മോഡൽ Yamaha Rxz പറയുന്ന ഒരു വാഹനമാണിത്. വണ്ടിയുടെ ടോട്ടൽ ലുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഗ്ലോസി റെഡാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ചെറിയ രീതിയിലുള്ള ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒറ്റയ്ക്കാണ് റിവ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ ഓണറോ ബാക്കിയുള്ള ആളുകളോ നമ്മളപ്പോൾ ഇല്ല. നമുക്ക് വണ്ടി വിട്ട് തന്നാണ്. നമ്മളൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയും കൂടിയാണ്, വിനീഷ് ബ്രോൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസും അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എല്ലായ്പ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ടേജിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടേജിൽ ഈ ഒരു വൈസറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു കൂളിംഗ് ചെയ്തിട്ടുണ്ട്. കൂളിംഗ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടി ഒരു റെഡ് കളറാണ്. അപ്പോൾ അതിനോട് സാമ്യമുള്ളൊരു കളർ ഒരു ബ്ലാക്ക് ആയിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കൂളിംഗ് കയറ്റിയിട്ടുണ്ട്. വൈസറിൻ്റെ ഭാഗത്തൊരു ചെറിയ കൂളിംഗ് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് Yamaha എന്നുള്ളൊരു ടാഗ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ വൈസറിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. 2 ഇൻഡിക്കേറ്ററും Rxzൻ്റെ സെയിം ഇൻഡിക്കേറ്ററിനാണ് കൊടുത്തിട്ടുള്ളത്. കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് 2 ബുഷ് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മർഗാർഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു വണ്ടിയിൽ ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കുന്ന ഒരു ഐറ്റം ഡിസ്ക് പ്ലേറ്റിൻ്റെയാണ്. ഇത് പൾസറിൻ്റെ ഡിസ്ക് പ്ലേറ്റ് ആണ്. പൾസറിൻ്റെ ഡിസ്ക് പ്ലേറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഇതിൻ്റെ ഓണർ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഓണർ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവന് മെക്കാനിക്കാണ്, അതുപോലെ പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ മലപ്പുറം ഭാഗത്തുള്ള ആർക്കെങ്കിലും വണ്ടികൾ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വണ്ടിയുടെ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അവനെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു വാഹനത്തിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി 4 ഇഞ്ചോളം ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. സാധാരണ നോർമൽ Rxz ആണെങ്കിൽ നമ്മൾ ഈ ഒരു സൈലൻസറിൻ്റെ ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മതി. ഏകദേശം ഈ ഒരു ഹൈറ്റാണ് വണ്ടിക്ക് വരാം. അതിൽ നിന്നും ഏകദേശം ഒരു 4 ഇഞ്ചോളം ഹൈറ്റ് വണ്ടിക്ക് കൂട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഓണർ. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാനും തന്നെ അത്യാവശ്യം നല്ലൊരു ഗെറ്റപ്പ് രീതിയിൽ ഒരു കുതിരുമ്മ ഇരിക്കുന്ന ഒരു ഫീലിംഗ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് വണ്ടിൻ്റെ ടാങ്കിൻ്റെ സൈഡിലേക്ക് വരാം. ടാങ്കിൻ്റെ സൈഡ് പറയുമ്പോൾ ഏകദേശം 15 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് Yamaha ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടാങ്കിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഭാഗത്തായിട്ട് ചെറിയ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. Yamaha എന്നുള്ള ടാഗ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിൻ്റെ എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോൾ 133 cc 15 bhp വരുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് Yamaha കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ധാരാളമാണ് ഈ ഒരു വാഹനത്തിന്. പിന്നെ എഞ്ചിൻ്റെ ഭാഗങ്ങൾ പറയുമ്പോൾ വേറെ കാര്യം പറയേണ്ടത് ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പോർട്ട് ചെയ്ത ഒരു വാഹനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതൊരു പെർഫോമൻസും നല്ല രീതിയിൽ കത്തി കയറുന്നുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടിയ
2 ദിവസത്തോളമായി. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തു നിന്നും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി, ഒന്ന് ടോപ്പ് എൻഡിലും അതുപോലെ തന്നെ പെർഫോമൻസ് ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കത്തി കയറുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു എൻജിൻ ഗാർഡ് വരാറുണ്ട്. ഇതിന് എൻജിൻ ഗാർഡ് കംപ്ലൈൻ്റ് ആയിട്ട് അത് നമ്മൾ ഊരി വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് കണ്ട അപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്, എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് വെയറിൻ്റെ ഭാഗത്തും അതേ കളറിൻ്റെ അതേ സെയിം കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. RXZ എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഗ്രാഫിക്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സസ്പെൻഷനെ കുറിച്ചിട്ട് പറയാം. TVS വിനിക്സ് എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിയിൽ കയറ്റിയിട്ടുള്ളത്. ഇനി പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനത്തിൻ്റെ സൈലൻസർ തന്നെയാണ്. സൈലൻസർ ഓപ്പൺ ചെയ്തിട്ടുള്ള ഓപ്പൺ കാറ്റ് എന്ന് പറയുന്ന ഒരു സൈലൻസറാണ്. ഈ ഒരു സൈലൻസർ ഇതിൻ്റെ ഓണർ തന്നെ ഫുള്ളായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്, ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു സൈലൻസറും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ കാറ്റ് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് സൈലൻസറൊക്കെ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ഒരു സർവീസും നമ്മളെ ബിനീഷ് ബ്രോ കൊടുക്കുന്നുണ്ട്, നമ്മളെ ഫ്രണ്ട് കൂടിയായ ബിനീഷ് ബ്രോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ സൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ആഹാ, അത്യാവശ്യം നല്ല സൗണ്ട് തന്നെയാണ് കേട്ടോ വണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി ഓപ്പൺ കാറ്റ് ആക്കണമെങ്കിൽ ആ ഒരു സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക, ഇതേ രീതിയിൽ ചെയ്തു തരും. ഓക്കെ, ഞാനൊന്ന് വണ്ടി ഓഫ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോട്ടക്കൽ ഭാഗത്തുള്ളവർക്ക് അറിയാം, ഈ ഒരു സ്ഥലം മൊത്തം അറിയുന്നുണ്ടാവും. ഞാൻ ഈ ഭാഗത്തു നിന്ന് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നുണ്ട്. വണ്ടി ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഇനി നമുക്ക് വണ്ടിയുടെ നമ്മൾ സൈഡ് ഭാഗങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് വണ്ടീൻ്റെ ഹാൻഡിൽ ബാറിലേക്ക് വരാം. ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോൾ വണ്ടിയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ബാർ ഹാൻഡിൽ ജസ്റ്റ് ഒരു ബാർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡൊമിനോ ത്രോട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ RXZ-ൻ്റെ 2 മിററും വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ സാധാ സ്റ്റോക്ക് വണ്ടികൾ കാണുന്ന പോലെ തന്നെ ഹൈ ബീം, ലോ ബീം, പാസ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, ചോക്ക്, ഇത് തന്നെയാണ് എല്ലാ വണ്ടികളും കാണുന്ന പോലെ തന്നെ സാധാരണ രീതിയിലുള്ള പോലെ തന്നെയാണ് അതൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ സ്പീഡോമീറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് RPM സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ നോർമൽ വണ്ടികളിൽ കാണുന്ന പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് കീ സ്വിച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, ന്യൂട്രൽ ലൈറ്റ്, ഹൈ ബീം, അതുപോലെ തന്നെ ടേൺ, ഈ കാര്യങ്ങളാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. സാധാരണ നോർമൽ വണ്ടിയിൽ കാണുന്ന സ്റ്റോക്ക് വണ്ടികൾ കാണുന്ന പോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡിലേക്ക് വരാം. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴും നമ്മൾ റൈറ്റ് സൈഡ് പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് സൈഡും അതേ ഒരു പാറ്റേൺ തന്നെയാണുള്ളത്. ഫിനിക്സിൻ്റെ അതേ ഒരു ഷേപ്പ് തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ചെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കണ്ടീഷനുള്ള ചെയിൻ ഗാർഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ ടയറിൻ്റെ ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ 16 ഇഞ്ച് റിമ്മും അതുപോലെ തന്നെ 16 ഇഞ്ച് ടയറുമാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ ബാക്കിലേക്ക് വരുമ്പോൾ കാര്യമായ മാറ്റങ്ങളൊന്നും ബാക്കിലും വരുത്തിയിട്ടില്ല. അതേ ഒരു വിൻറ്റേജ് ലുക്ക് തന്നെ വണ്ടി നിലനിർത്തിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു നമ്പർ പ്ലേറ്റ് പഞ്ച് ചെയ്ത രീതിയിൽ ഈ ഒരു നമ്പർ പ്ലേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടീനെ കുറിച്ചുള്ള ടോട്ടലി കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇനി നമുക്ക് വണ്ടിയുടെ പെർഫോമൻസ് ലെവലാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തത്. നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പെർഫോമൻസ് ലെവൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാം. ആഹാ, ആദ്യം നമുക്ക് ഈ ഭാഗങ്ങളിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. വണ്ടി ഹൈ പിക്കപ്പ് കിട്ടുന്നുണ്ടാ. വണ്ടി ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ തന്നെ വണ്ടി ക്ലച്ചിന് പവർ കാര്യങ്ങളൊക്കെ കൂട്ടിയതുകൊണ്ട് അതിൻ്റേതായ ഒരു പെർഫോമൻസ് വണ്ടി കിട്ടുന്നുണ്ട്. ഇവിടെ കൂടുതൽ നേരം നമുക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പുറത്ത് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ടുള്ള ഏരിയയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കറങ്ങിയതാണ്. പോർട്ടും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റേതായ ഒരു പെർഫോമൻസും കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഭാഗത്തു നിന്ന് വിട്ടിട്ട് നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബൈപ്പാസിലേക്ക് കടന്നിട്ട് അവിടുത്തെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കാണിച്ചിരുന്നു നിങ്ങൾക്ക്. എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.
മൈ ഗോഡ്. അത്യാവശ്യം ഓഫ് റോഡും അതുപോലെ തന്നെ ഓഫ് റോഡ് പർപ്പസിനും ഓൺ റോഡ് പർപ്പസിനും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ഈ വാഹനം ഇതിൻ്റെ ഓണർ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ട ഇവിടെ ക്ലോസിലാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് കൂടി കയറിയിട്ട് വന്ന കേട്ടോ. ഓക്കെ, വണ്ടിയൊന്നുമില്ലല്ലോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓ മൈ ഗാഡ്, നമ്മൾ ജസ്റ്റ് തേർഡ് ഗിയർ തന്നെ 80 കയറിട്ടോ. ഫോർത്ത് ഗിയർ എത്തിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല അഡാർ പെർഫോമൻസ് ആണ് വണ്ടി നമുക്ക് തരുന്നത്. കംഫർട്ട് വെച്ചാൽ പക്ക കംഫർട്ടാണ്. ഇവിടെ ഒരു അമ്പ് കാണുന്നുണ്ട്, ജസ്റ്റ് ഒന്ന്. എൺപത്, 90, 95 വരെ കയറുന്നുണ്ട്. കൂളായിട്ട് കയറി പോകുന്നുണ്ട്. ഒരു ജർക്കിങ്ങോ കാര്യങ്ങളോ എഞ്ചിനുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂളായിട്ട് അടിച്ച് പിന്നെ കയറുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം വാഹനങ്ങളൊക്കെ നല്ല ഓവർ സ്പീഡിൽ കൈകാര്യം ചെയ്യുന്നവർ മാത്രം ഇങ്ങനെ ടോപ്പ് എൻഡിലൊക്കെ അടിച്ച് കയറാൻ നിൽക്കുക. അല്ലെങ്കിൽ വണ്ടി പാറിയിട്ട് പോയിട്ട് പോസ്റ്റിനോ വല്ല ആളുകൾക്കോ അല്ലെങ്കിൽ വല്ല മറ്റുള്ള വണ്ടികൾക്കോ കയറാൻ ചാൻസ് വളരെ കൂടുതലാണ്. വണ്ടി കനമില്ലാത്തതുകൊണ്ട് തന്നെ യമഹ അന്ന് ഇറക്കിയിട്ടുള്ള വാഹനങ്ങളൊക്കെ കനം കുറവുള്ള വണ്ടികളായതുകൊണ്ട് തന്നെ വണ്ടി പാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓണർ ഈ വണ്ടി ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് അതിൻ്റേതായ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റേതായ ഒരു കംഫർട്ടും അതുപോലെ തന്നെ റൈഡിങ് കംഫർട്ട് പക്ക ലെവലിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 80-90 കയറുമ്പോഴും വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള കുലുക്കോ ജർക്കിങ്ങോ ഒരു കാര്യങ്ങളുമില്ല. ജർക്കിങ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡ് മിറർ നോക്കി കഴിഞ്ഞാൽ മതി. വണ്ടിയുടെ മിറർ കിടന്നിട്ട് ജർക്ക് ചെയ്യും. ആ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിലില്ല എന്നുള്ളതാണ്. വണ്ടിൻ്റെ ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു പെർഫോമൻസ് വണ്ടിക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ഒരു കുതിരന്മൊക്കെ ഇരുന്നിട്ട് പോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ ഒരു വണ്ടി തരുന്നത്. പിന്നെ പലരും ഈ ഒരു വാഹനത്തെ വീലടിക്കാനുള്ള ഒരു ഉപകരണം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റി ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ വാഹനങ്ങൾ നിങ്ങൾ കൊണ്ടു നടക്കുക. വണ്ടിയുടെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ മാരക പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു വാഹനം യമഹ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും നമുക്ക് തരുന്നത് എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞാൽ പവർഫുൾ പീപ്പിൾ കമ്മിങ് ഫ്രം പവർഫുൾ പ്ലേസസ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ നിരത്തുകൾ യമഹ ഇറക്കിയിട്ട് എന്നുള്ളതാണ് സത്യം കേട്ടോ. അത്രക്കും പെർഫോമൻസാണ് നമുക്ക് ഈ വാഹനം തരുന്നത്. 2 സ്ട്രോക്ക് ബൈക്കൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വാഹനം എടുത്തിട്ട് നല്ല രീതിയിൽ കൊണ്ടെടുക്കുക. ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് തേർഡ് ഗിയറിൽ ഇടുമ്പോൾ ഒരു പെർഫോമൻസ് വരാണ്ട് വണ്ടിക്ക്. ആ ഒരു പെർഫോമൻസ് ലെവലാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. പിന്നെ ഈ ഒരു വാഹനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോർക്ക് കാര്യങ്ങൾ അതുപോലെ തന്നെ വണ്ടി ഫുള്ളായിട്ട്
നമ്മൾ ചെയ്ത് എഞ്ചിൻ്റെ ഭാഗങ്ങൾ ഫുള്ളായിട്ട് പോർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിൻ്റെ എഞ്ചിൻ്റെ ഭാഗങ്ങൾ ഫുള്ളായിട്ട് പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു പെർഫോമൻസ് വണ്ടിക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ഒരു 100-120 എന്തായാലും മിനിമം ഈ ഒരു വണ്ടിക്ക് മാക്സിമം സ്പീഡിൽ നമുക്ക് ജർക്കിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് കയറാൻ പറ്റും. അത്രയും രീതിയിലാണ് ഇതിൻ്റെ ഓണർ ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ ഈ വണ്ടി നിങ്ങൾ ഓടിക്കും, ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇതേപോലെ അനുകരിക്കാൻ നിൽക്കരുത്. വണ്ടി പാളി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് വണ്ടിക്ക് ഓടിച്ച് നല്ല ടോപ്പിലൊക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ കയറാൻ നോക്കുക. അല്ലാതെ ജസ്റ്റ് ഒന്ന് കയറിയതിന് ശേഷം വണ്ടി പോയിട്ട് തട്ടിയിട്ട് നമ്മളെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. വീഡിയോ കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അനുകരിക്കാൻ നോക്കരുത്. ഓക്കെ. ഒരു 80-90 വണ്ടി കയറി പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് അതിൻ്റേതായ ഒരു രീതിയിൽ വണ്ടി കയറി പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കാതെ വണ്ടിയുടെ പെർഫോമൻസ് ലെവൽ മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. 80, 85 റോഡിലൊന്നും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തു പോകാൻ പറ്റില്ല കേട്ടോ. എപ്പോഴാണ് വണ്ടി, നമ്മുടെ റോഡിൻ്റെ പ്രശ്നമാണ്, എപ്പോഴാണ് വണ്ടി ഈ സൈഡിലേക്ക് പോവുക, റൈറ്റിലേക്ക് പോവുക, ലെഫ്റ്റിലേക്ക് പോകുന്നത് നമുക്ക് ഒരിക്കലും തീരുമാനം കഴിയില്ല. എപ്പോഴും പോകാം, അതിനനുസരിച്ച് നമ്മൾ ഓടിക്കണം. പിന്നെ ആളുകളെ ചാട്ടം, ഫ്രണ്ടിലേക്കുള്ള ചാട്ടം, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നോക്കി പോകാൻ വേണ്ടിയിട്ട്. ഓ മൈ ഗോഡ്. ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. രണ്ട് സൈഡിൽ നിന്നും ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവൻ എന്ത് പോക്കാണ് പോകുന്നത് വെച്ചിട്ട്. കാരണം നമ്മൾ ഈ ഒരു സൈലൻസറിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് 40-50 കയറി കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു 60-70 കയറുന്ന ആ ഒരു സൗണ്ട് വണ്ടിയുടെ എക്സോസിന് വരും. അപ്പോൾ പോകുന്ന ആളുകൾക്ക് നമ്മളൊരു 100-120 കയറാൻ പോകുന്നത്, പക്ഷേ മീറ്ററിൽ കാണിക്കുന്നത് ഒരു 50-60 അതായിരിക്കും. അതാണ് സത്യം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് വണ്ടി. വണ്ടിയുടെ മാക്സിമം പവറിൽ മാക്സിമം സ്ട്രെങ്ത്തിലും വണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. വണ്ടിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി അടുത്ത കാണാം. അതുവരെ ബൈ.